7:30 ونستعينه ഇൻഷാഅല്ലാ. ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم وأن هذا صراطي مستقيما فاتبعوه فلا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. ബഹുമാന്യരായ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, ഇൻസൈറ്റ് ഇസ്ലാമിക് എക്സിബിഷന്റെ ഈ സായാഹ്നത്തിൽ മുസ്ലിം സമൂഹത്തിലെ ഭിന്നതകളും അതിന്റെ പരിഹാരവും ഖുർആനികമായ മാനത്തിലൂടെ അന്വേഷിക്കുവാനുള്ള ഒരു ആശയ സംവാദമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യനെ സൃഷ്ടിക്കുകയും ഭൂമിയിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. ഒരു ജനതയായി സമൂഹമായി ജീവിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ മാർഗദർശനമനുസരിച്ച് ജീവിക്കുവാനുള്ള നിയമനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് സ്വർഗത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യനെ ഭൂമിയിലേക്ക് അയച്ചത്. ആ മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ അവൻ ഏകോദര സഹോദരനായിക്കൊണ്ടാണ് ജീവിച്ചിരുന്നതെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. കാലാന്തരത്തിൽ മനുഷ്യന്മാർക്കിടയിൽ ഭിന്നതകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായി. അതിന്റെ മൗലികമായ കാരണങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 213-ാമത്തെ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. കാനന്നാസു ഉമ്മത്തൻ വാഹിദ, മനുഷ്യന്മാർ ഒറ്റ സമൂഹമായിരുന്നു. ഫബഅസല്ലാഹു നബിയ്യീൻ, ഏകോദര സഹോദരങ്ങളായി ഒറ്റ സമൂഹമായി ജീവിച്ചിരുന്ന മനുഷ്യന്മാർക്ക് വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നതിനു വേണ്ടി, വരാനിരിക്കുന്ന പരലോക ജീവിതത്തിൽ അല്ലാഹു മനുഷ്യന് ഒരുക്കി വച്ചിട്ടുള്ള സുഖ സൗകര്യങ്ങളുടെ ഗേഹമായ സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നതിനും നരകശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല കാലാകാലങ്ങളിൽ പ്രവാചകന്മാരെ നിയോഗിച്ചയച്ചു. പ്രവാചകന്മാരെ നിയോഗിച്ചയക്കുമ്പോൾ മനുഷ്യനെ ഐക്യത്തിലേക്കും നന്മയിലേക്കും നയിക്കുന്നതിനു വേണ്ടി അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല വഅൻസല മാഹുമുൽ കിതാബ ബിൽ ഹഖ്, സത്യപ്രകാരം യഥാർത്ഥ സത്യത്തിന്റെ സന്ദേശം സമൂഹത്തെ പഠിപ്പിക്കുന്നതിനു വേണ്ടി ഓരോ പ്രവാചകനും അല്ലാഹു സുബ്ഹാനഹു തആല ഗ്രന്ഥം നൽകുകയും ആ ഗ്രന്ഥത്തിലൂടെ മാനവരാശിയെ നന്മയുടെയും ഐക്യത്തിന്റെയും മാർഗത്തിലേക്ക് നയിക്കുന്നതിനു വേണ്ടി അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. ലിയഹ്കുമ ബൈനന്നാസി ഫീമാ ഇഖ്തലഫൂ, ഏതേത് വിഷയത്തിലാണോ ആളുകൾ ഭിന്നിച്ചിട്ടുള്ളത്, വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളിൽ എത്തിയിട്ടുള്ളത്, ആ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്ത് അഭിപ്രായ ഐക്യം സമൂഹത്തിൽ നിലനിർത്തുന്നതിനു വേണ്ടി അവർ ഭിന്നിച്ച കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല വേദഗ്രന്ഥങ്ങൾ നൽകുകയും ആ വേദഗ്രന്ഥങ്ങളുടെ ജീവിക്കുന്ന പതിപ്പുകളായി പ്രവാചകന്മാരെ നിയോഗിക്കുകയും ചെയ്തത്. വമഖ്തലഫ ഫീഹി ഇല്ലല്ലദീന ഊതൂഹു മിൻ ബഅദി മാ ജാഅതുഹുമുൽ ബയ്യിനാതു ബഅയം ബൈനഹും, എന്നാൽ യഥാർത്ഥത്തിൽ മനുഷ്യന്മാർ വേദഗ്രന്ഥം നൽകപ്പെടുകയും ആ വേദഗ്രന്ഥത്തിലൂടെ സത്യത്തിന്റെ ദിവ്യ സന്ദേശം അല്ലാഹു സുബ്ഹാനഹു തആല ആളുകൾക്ക് നൽകുകയും ചെയ്തെങ്കിലും കിടമത്സരവും വാശിയും കാരണം
വേദഗ്രന്ഥങ്ങളുടെ സന്ദേശങ്ങളിൽ നിന്ന് ആളുകൾ മാറി സഞ്ചരിക്കുകയും തന്നിഷ്ടപ്രകാരം ജീവിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ സമൂഹത്തിൽ കക്ഷിത്വവും ഭിന്നതയും ഉടലെടുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അവരിൽപ്പെട്ട യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മാർഗദർശനം പിന്തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹുദ നൽകുന്നതിനു വേണ്ടി, ഈ സന്ദേശം നൽകുന്നതിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല വീണ്ടും വേദഗ്രന്ഥങ്ങൾ ഇറക്കുകയും അവരെ അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. വല്ലാഹു യഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ നിരന്തരമായി ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, മാർഗദർശന ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിന്റെ അതിവിശാലമായ ആ ഒരു സന്ദേശത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതിന് വേണ്ടി നമ്മൾ സംഘടിപ്പിക്കുന്ന ഈ ഒരു എക്സിബിഷന്റെ ഭാഗമായി മാനവികമായ ഐക്യം ഊട്ടിയുറപ്പിക്കുവാനുള്ള ഇസ്ലാമികമായ പരിഹാരം എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ച ഏറ്റവും മൗലികമായ ഒരു സന്ദേശത്തിലൂടെ മുസ്ലിം സമൂഹവും മാനവിക സമൂഹവും മാനവരാശിയും ഒന്നിച്ചു നടക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ സമൂഹത്തിൽ ഐക്യം പുനഃസ്ഥാപിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നുകൊണ്ട് ആ സമൂഹത്തെ നന്മയുടെയും ഐക്യത്തിന്റെയും വഴിയിലേക്കാണ് നയിച്ചത്. ഈ ദീനിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പരിചയപ്പെടുത്തി, റബ്ബിനെ പരിചയപ്പെടുത്തി. നിങ്ങളുടെ റബ്ബൊന്നാണ്, നിങ്ങളുടെ നാഥനൊന്നാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ അവനെ മാത്രം ആരാധിക്കണം. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ വഅന റബ്ബുക്കും ഫഅബ്ദൂൻ. ഈ സമൂഹം ഏകോദര സമൂഹമാണ്, അവനൊരൊറ്റ റബ്ബാണ്. ഏകദൈവ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം മാനവികതയിലേക്ക് നടന്നെടുക്കുവാൻ പ്രയാസമില്ല. ആ പടച്ച തമ്പുരാനെ മാത്രം ആരാധിക്കുന്ന ഒരു സാഹചര്യം പ്രമാണബദ്ധമായി സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായും മാനവികമായ ഐക്യം നിലനിർത്തുവാൻ നമുക്ക് സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തെ പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല വിവിധങ്ങളായ വചനങ്ങളിലൂടെ ഈ ഒരു കാര്യം അടിവരയിട്ടുകൊണ്ട് ഉത്പാദിപ്പിച്ചു. വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമ, നിങ്ങളെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന നേരായ വഴി ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ള വഴിയാണ്. ആ പഠിപ്പിച്ചു തന്നിട്ടുള്ള വഴിയെ നിങ്ങൾ ഫത്തബിഊഹു, അതിനെ നിങ്ങൾ പിന്തുടരണം. വലാ തത്തബിഉ സുബുൽ, ഈ നേരായ വഴിയിൽ നിന്നും ആളുകളെ തെറ്റിപ്പിക്കുന്നതിനും ചിതറിപ്പിക്കുന്നതിനും വേണ്ടി വ്യത്യസ്തങ്ങളായ വഴികളിലേക്ക് മനുഷ്യന്റെ ആ ജന്മശത്രുവായ പിശാച് നിരന്തരം മനുഷ്യനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ക്ഷണിക്കുന്ന പൈശാചികമായ ദുർബോധനത്തിന് വിധേയമായി വേറിട്ട വഴികൾ നിങ്ങൾ സ്വീകരിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചിട്ടുള്ള, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിലാക്കി തന്നിട്ടുള്ള ആ ശരിയായ നേരായ നേരിന്റെ നേർവഴിയിലൂടെ മുന്നോട്ട് പോകുവാൻ സാധിക്കണം. ആ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നിങ്ങളെ തെറ്റിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ആ സുബുലുകളിൽ നിന്നും നിങ്ങൾ മാറി സഞ്ചരിക്കുകയും ചെയ്യണം. ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ, അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നതിന് വേണ്ടി, ദോഷബാധയെ സൂക്ഷിച്ച് ജീവിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ദിവ്യ സന്ദേശം, ഏറ്റവും വലിയ വസിയത്ത് എന്ന് വിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിന്റെ 115-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും പാത, ഈ പ്രമാണങ്ങളിൽ നിന്ന് സമൂഹം എപ്പോഴൊക്കെ മാറിപ്പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ ഭിന്നതയുണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പ്രവാചകൻ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഓതി അത് ഉദ്ധരിച്ചുകൊണ്ട് സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുകയും ഐക്യത്തിലേക്ക് നയിക്കുകയും ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം സമൂഹത്തിലുണ്ടായിട്ടുള്ള ഭിന്നതകളുടെ തുടക്കം നമുക്ക് പഠിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കുക ഖവാരിജുകളുടെ ഭിന്നതയാണ്. അവർ അതിനുവേണ്ടി ദുരുപയോഗപ്പെടുത്തിയത് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിനെയാണ്. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആലക്ക് മാത്രമേ വിധി പറയുവാൻ അധികാരമുള്ളൂ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ചെറിയ പ്രയാസങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി മധ്യസ്ഥരായി നിൽക്കുവാൻ അബൂ മൂസ അശ്അരിക്കും അതേപോലെയുള്ള സ്വഹാബി വര്യന്മാരായ പണ്ഡിതന്മാർക്കും അർഹതയില്ല. വിധികർത്തൃത്വം അല്ലാഹുവിന് മാത്രമാണ് എന്ന
അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിശുദ്ധ ഖുർആനിലുള്ള ഒരു വചനം തന്നിഷ്ടപ്രകാരം ദുർവ്യാഖ്യാനിക്കുകയും മുൻഗാമികളുടെയും സ്വഹാബത്തിന്റെയും മാർഗം വിട്ട് തന്നിഷ്ടപ്രകാരം വിശുദ്ധ ഖുർആനിനെ സമീപിക്കുകയും ചെയ്തപ്പോൾ സമൂഹത്തിൽ ഭിന്നത ഉടലെടുക്കുകയായിരുന്നു. ആ ഭിന്നതയുടെ വ്യത്യസ്തങ്ങളായ പ്രതിഫലനങ്ങൾ ഇന്നും സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല ഇറക്കിയത് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആലയെ പരിചയപ്പെടുത്തുവാനും അവനെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിക്കുന്നതിനും വേണ്ടിയാണ്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ആധുനികമായ ഇസ്ലാമിക സമൂഹത്തിൽ വിശുദ്ധ ഖുർആനിലെ തന്നെ 20, 30, 40 ആയത്തുകൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് അള്ളാഹുവിന് പുറമെ കെട്ടിയുയർത്തപ്പെട്ട ആരാധനാ കേന്ദ്രങ്ങളിലേക്ക് ആളുകളെ നയിക്കുന്നതിനു വേണ്ടി വിശുദ്ധ ഖുർആനെ ദുരുപയോഗപ്പെടുത്തി ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു ദുരുപധിഷ്ഠിതമായ സമീപനം സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ ആളുകളോട് പറയുവാനുള്ളത്, ഈ സന്ദേശം കേൾക്കുന്ന സമുദായത്തിലെ മൊത്തം ആളുകളോട് പറയുവാനുള്ളത്, ഈ സമൂഹത്തിൽ ഐക്യം വീണ്ടെടുക്കുവാൻ സാധിക്കണമെങ്കിൽ തീർച്ചയായും പ്രമാണങ്ങളോടൊപ്പം നിലനിൽക്കണം. പ്രമാണത്തിൽ എന്തു പറഞ്ഞുവോ അതിനെ സ്വീകരിക്കുവാനുള്ള ഒരു മഹാമനസ്കത നമ്മൾക്ക് കാണിക്കുവാൻ സാധിക്കണം. നമ്മുടെ ഇംഗിതത്തിനും നമ്മുടെ ഇഷ്ടത്തിനും അനുസരിച്ച് പ്രമാണങ്ങളെ വളച്ചൊടിക്കുകയും അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്യുന്ന ഏതൊരു സാഹചര്യം എപ്പോഴൊക്കെ ഉണ്ടാകുന്നുവോ അപ്പോഴെല്ലാം ഭിന്നതയും കക്ഷിത്വവും ഉണ്ടാകുമെന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾക്ക് ഞാനിതാ 2 കാര്യങ്ങൾ വിട്ടേച്ചു പോവുകയാണ്. അതൊന്ന് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഗ്രന്ഥമാണ്, രണ്ടാമത്തേത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. രണ്ടും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വഹിയാണ്. ആ വഹീനെ പിന്തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ച നേർമാർഗം അത് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഭിന്നതയില്ലാതെ കക്ഷിത്വമില്ലാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പലപ്പോഴും ആധുനിക മുസ്ലിം സമൂഹത്തിന് ഈ ഒരു മാർഗത്തിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കുന്നില്ല. കിതാബിലേക്കും സുന്നത്തിലേക്കും ആളുകളെ നയിക്കുന്നവർ എന്ന് മേനി പറയുന്നവർ പോലും തങ്ങൾ കിതാബിന്റെയും സുന്നത്തിന്റെയും ശരിയായ പക്ഷത്തുള്ളവരാണ് എന്ന് തുറന്നു പറയുവാൻ മടി കാണിക്കുകയും മിസ്രിന്റെ കൈവഴിക്കാരാണ് ഞങ്ങൾ, ഈജിപ്ഷ്യൻ കൈവഴിക്കാരാണ് ഞങ്ങൾ എന്ന് ചില്ലറ ദുരഭിമാനത്തോടുകൂടി ആളുകളുടെ മുഖത്ത് നോക്കി പറയുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥയിൽ ഇന്ന് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. കിതാബിനെയും സുന്നത്തിനെയും അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ജീവിച്ച സ്വഹാബത്ത് പഠിച്ചു മനസ്സിലാക്കിയ മുറപ്രകാരം പഠിച്ചു മനസ്സിലാക്കേണ്ടതിന് പകരം ഏതെങ്കിലും നാട്ടിലുള്ള ആളുകൾ ഏതെങ്കിലും രൂപത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൈവഴിക്കാരാണ്, ആ ഒരു മാർഗത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ മതം സ്വീകരിക്കുന്നത് എന്ന് പലപ്പോഴും ഇസ്ലാമിക പ്രവർത്തനങ്ങളുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ പോലും യാതൊരു തത്വദീക്ഷയുമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിലപാട് സ്വീകരിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂലിൽ നിന്നും ഒരു കാര്യം കേട്ടുകഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഗ്രന്ഥത്തിൽ ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞാൽ ആ ഒരു മാർഗത്തിലൂടെ മുന്നോട്ട് പോവുക എന്നത് നിർബന്ധമായും ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട അനിവാര്യമായ ബാധ്യതയാണ്. അതിനപ്പുറം തന്റെ ബുദ്ധി, തന്റെ ചിന്ത കാലഘട്ടത്തിനനുസൃതമായി ഇതിനെ എങ്ങനെ വ്യാഖ്യാനിപ്പിച്ചൊപ്പിക്കും എന്നിങ്ങനെയുള്ള ചിന്തകളൊന്നും തന്നെ ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകുവാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ പഠിപ്പിച്ചു. ഇന്നമാ കാന ഖൗലുൽ മുഅ്മിനീൻ, ഒരു വിശ്വാസിയുടെ സമീപനം അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുകയാണ്. ഏതൊരു കാര്യത്തിലും ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി, അല്ലാഹുവിലേക്കും അവന്റെ പ്രവാചകനിലേക്കും അവരെ വിളിക്കപ്പെട്ടാൽ ലിയഹ്കുമ ബൈനഹും, അവരുടെ വിവിധ വിഷയങ്ങളിലുള്ള ഏതെങ്കിലും കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടി ഖുർആനിന്നത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വിശദീകരണമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ ഇന്നത് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് എന്ന് പറയപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് സ്വീകരിക്കുവാനുള്ള ഒരു മഹാമനസ്കത കാണിക്കണം. അതിനു മുമ്പിൽ പൂർണ്ണമായും വിധേയത്വം കാണിക്കുവാൻ സാധിക്കണം. അവരെന്ത് പറയണം? യഖൂലു സമിഅനാ വഅതഅനാ, അതെ, വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനം ഞങ്ങൾ ചെവിക്കൊണ്ടിരിക്കുന്നു, വിശുദ്ധ ഖുർആനിന്റെ ആ വിളി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു, ഞങ്ങൾ അതനുസരിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരെത്ര വിജയം കൈവരിച്ചിട്ടുള്ള ആളുകൾ. വമൻ യുതഇല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിക്കുന്നവർ, അല്ലാഹു പഠിപ്പിച്ച കാര്യം അത് അതേപടി സ്വീകരിക്കുന്നവർ, പ്രവാചകൻ പഠിപ്പിച്ചത് യാതൊരു സംശയവുമില്ലാതെ സ്വീകരിക്കുന്നവർ,
അത് ഏതെങ്കിലും പണ്ഡിതന്മാർ എഴുതിവിട്ട നുണക്കഥകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട നബിവചനങ്ങളെ തള്ളിക്കളയാതെ, കളിയാക്കാതെ, ആളുകൾക്ക് മുമ്പിൽ പരിഹസിക്കാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പൂർണ്ണമായും അംഗീകരിക്കുകയും അതിനോട് പ്രതിപത്തി പുലർത്തുകയും ചെയ്യുന്ന ആളുകളെ ഏതെങ്കിലും രൂപത്തിൽ വിമർശിക്കാതെ, അവരൊക്കെ ആചാരപരമായി അതിതീവ്ര നിലപാട് പുലർത്തുന്ന ആളുകളാണ് എന്ന് അധിക്ഷേപിക്കാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായും അനുസരിക്കുവാൻ സാധിക്കണം. വയഖ്ഷല്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെടുകയും, വയത്തഖി, ആ പടച്ച തമ്പുരാനെ പൂർണ്ണമായും സൂക്ഷ്മതാബോധത്തോടുകൂടി ഭയപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുകയും ചെയ്യുന്നവർ ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരെത്ര വിജയം കൈവരിച്ചിട്ടുള്ളവർ. വിജയം കൈവരിക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല മാനവരാശിയെ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി ഇറക്കിയിട്ടുള്ള വിശുദ്ധ വേദഗ്രന്ഥങ്ങളുടെ സന്ദേശങ്ങളിലേക്ക് സമൂഹം മടങ്ങണം എന്നതാണ് ഈ ഒരു ചർച്ചയുടെ ആമുഖമായി സൂചിപ്പിക്കുവാനുള്ളത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല മാനവികതയെ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി പഠിപ്പിച്ചിട്ടുള്ള ഈ സന്ദേശം സ്വീകരിക്കുക മാത്രമേ മുസ്ലിം സമൂഹത്തിന്റെ ഭിന്നതകളിൽ നിന്ന് വഴിമാറി കക്ഷിത്വങ്ങളെല്ലാം ഇല്ലാതെയാക്കി ഏകോദര സഹോദരങ്ങളായി ഐക്യത്തിലൂടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. ഈ ഐക്യം എന്നെന്നും നിലനിൽക്കണമെന്നാണ് മുജാഹിദ് പ്രസ്ഥാനം ആഗ്രഹിച്ചിട്ടുള്ളത്. ഒരിക്കലും തന്നെ സമൂഹത്തിൽ കക്ഷിത്വമുണ്ടാകണമെന്ന് മുജാഹിദ് പ്രസ്ഥാനം ആഗ്രഹിച്ചിട്ടില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രമാണബദ്ധമായി ചർച്ച ചെയ്യപ്പെടണം. അതിൽ ശരിയേത് എന്ന് പ്രമാണബദ്ധമായി മനസ്സിലാക്കുകയും ആ ശരിയുടെ പക്ഷത്ത് നിൽക്കുവാൻ സാധിക്കുകയും അതിന് ആർജവം കാണിക്കുകയും ചെയ്യണം. അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ ചർച്ച ചെയ്യുവാൻ പോലും പാടില്ല. അങ്ങനെയുള്ളൊരു ചിന്ത ഉള്ളവർ എല്ലാ ആളുകളും പടിക്ക് പുറത്തു നിൽക്കരുത് എന്നുള്ള ഒരു സമീപനം ഒരിക്കലും തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നാളിതുവരെയുള്ള ഒരു പ്രവർത്തന രംഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ഏതാനും ചില ആളുകൾ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ തങ്ങളുടെ പൂർണ്ണമായും അടക്കി ഭരിക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ചില ആളുകളുടെ ചിന്തയിൽ നിന്നുണ്ടായിട്ടുള്ള ചെറിയൊരു ചിന്ത മാത്രമാണ് അഭിപ്രായ വ്യത്യാസങ്ങളെ ചർച്ച ചെയ്യുവാൻ പാടില്ല, ഞങ്ങൾ പറയുന്നത് അതേപടി സ്വീകരിക്കുക എന്ന നിലപാടിലേക്ക് മൊത്തം സമൂഹത്തെ കൊണ്ടുപോകണമെന്ന് ചില ആളുകൾ വാശി പിടിക്കുന്നു. അതല്ല പരിഹാരമാർഗം. മറിച്ച് പ്രമാണബദ്ധമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ആ പ്രമാണബദ്ധമായ കാര്യങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷം പൂർണ്ണമായും അതിനെ സ്വീകരിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യണം. സാമുദായികമായി ഇവിടെ നിലനിൽക്കേണ്ട എല്ലാ ഐക്യവും നിലനിൽക്കുവാൻ ഏത് കാലഘട്ടത്തിലും മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ പൂർണ്ണമായ പിന്തുണ നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് ഭിന്നിച്ചുകൊണ്ടുള്ള ഒരു സമീപനവും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഈ ആശയ സംവാദത്തിന്റെ വിഷയം അവതരിപ്പിക്കുന്നതിനു വേണ്ടി ബഹുമാന്യായ സഹോദരൻ യാസിർ മദനി പകരയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഇതിന്റെ ആമുഖമായ സംസാരം ഞാൻ അവസാനിപ്പിക്കുന്നു. പൂർണ്ണമായും ഈ ചർച്ചയിൽ ആദ്യന്തം പങ്കെടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. സദസ്സിന് ഇടപെടുവാനുള്ള അവസരമുണ്ടാകുന്ന സന്ദർഭത്തിൽ അത് ഉപയോഗപ്പെടുത്തണം എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ഇതിന്റെ വിഷയാവതരണത്തിന് വേണ്ടി ആദരപൂർവ്വം യാസിർ മദനി ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد.
يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. പ്രിയമുള്ള വേദിയിലിരിക്കുന്ന ബഹുമാനികളെ, സദസ്സിൽ ഈ സംസാരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാരണവന്മാരെ, പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, സത്യാന്വേഷികളെ, ആദർശ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ മുസ്ലിം സമുദായം പ്രശ്നങ്ങളും പ്രശ്നങ്ങളുടെ പരിഹാരവുമായി ബന്ധപ്പെട്ട് ആദർശപരമായ ഒരു സംവാദമാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ നടക്കുന്നത്. ബഹുമാന്യനായ ആമുഖ ഭാഷകനും മോഡറേറ്ററും നബിൽ രണ്ടത്താണിയും പറഞ്ഞു വച്ചതിൻ്റെ ബാക്കി ചില കാര്യങ്ങൾ വിഷയാവതരണവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഭിന്നതകൾ ഈ ഉമ്മത്തിലുണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. ഈ ഉമ്മത്തിലെ ഒരാളും നമ്മുടെ സമൂഹം ഇങ്ങനെ ഭിന്നിച്ചു പോകുന്നു എന്നതിൽ വിഷമിക്കേണ്ടതില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അത് സത്യമായി പുലരും എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ പരിഹാരം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എന്താണോ നമുക്ക് പറഞ്ഞു തന്നത് അവയിലേക്ക് മടങ്ങലാണ് ഇരുലോകത്തുമുള്ള വിജയത്തിന്റെ മാർഗമെന്ന്, വിജയത്തിന്റെ കക്ഷികളും അവരാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വിശദീകരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, സതഫ്തരിഖു ഉമ്മത്തി അലാ 73 ഫിർഖ കുല്ലുഹുന്ന ഇലൻ നാർ മാ ഖലാ വാഹിദതൻ നാജിയ വകുല്ലുഹും യദ്ദഈ തിൽകൽ വാഹിദ. ഇമാം അബൂ ദാവൂദ് തന്റെ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ സ്വഹീഹായ ഈ പ്രവാചക വചനത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്, എന്റെ ഉമ്മത്ത് ഭിന്നിക്കുക തന്നെ ചെയ്യും, 73 കക്ഷികളായി അവർ മാറും. സതഫ്തരിഖു ഉമ്മത്തി അലാ 73 ഫിർഖ കുല്ലുഹുന്ന ഇലൻ നാർ. ആ വിഭാഗമൊക്കെ നരകത്തിലേക്കുള്ളതാണ്. മാ ഖലാ വാഹിദതൻ നാജിയ, വിജയിച്ച ഒരു കക്ഷിയൊഴികെ ബാക്കിയെല്ലാം നരകത്തിലേക്കാണ്, അഥവാ 72 നരകത്തിലേക്കാണ്.
വകുല്ലുഹും യദ്ദഈ തിൽകൽ വാഹിദ. ഈ വ്യതിയാന കക്ഷികളായി, ഈ സമൂഹത്തിൽ പ്രശ്നക്കാരായി, വ്യതിയാന കക്ഷികളായി വിജയിച്ച കക്ഷിയുടെ ശത്രുക്കളും യഥാർത്ഥത്തിൽ അതിന്റെ ആളുകളാണെന്ന് വാദിക്കുകയും ചെയ്യുന്ന കക്ഷികളായി മാറുന്നവരൊക്കെ ഞങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ സത്യത്തിന്റെ, രക്ഷപ്പെട്ടവരുടെ, വിജയത്തിന്റെ പാതയിലുള്ള ആ രക്ഷപ്പെട്ട വിഭാഗമെന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കുമെന്നും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതേ വാദം സത്യത്തിൽ മുസ്ലിം സമൂഹത്തെക്കുറിച്ച്, ഈ സമുദായത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളുടെ കാലഘട്ടവും സ്വഹാബികളെ കണ്ട് ജീവിച്ച താബികളുടെ കാലഘട്ടത്തിലും അവരിൽ നിന്ന് ദീൻ മനസ്സിലാക്കിയ തബൗലത്തുബാഇന്റെ കാലഘട്ടത്തിലുമൊക്കെ എതിർകക്ഷികളായി, ഭിന്നിപ്പിന്റെ കൊഴലത്തുകാരായി കടന്നുവന്ന പ്രമാണങ്ങളെ വിട്ട് പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും വിട്ടുകൊണ്ട് തങ്ങളുടേതായ ഉദ്ദേശങ്ങളും സ്വാർത്ഥ ചിന്താഗതികളും ഹക്കിന്റെ പാർട്ടിക്കാരാണെന്ന് വാദിച്ചുകൊണ്ട് പിഴച്ച കക്ഷികൾ കടന്നു വന്നപ്പോൾ അവരൊക്കെ വാദിച്ചത് ഞങ്ങൾ സത്യത്തിന്റെ ആളുകളാണ് എന്നാണ്. അവർക്കും പറയാനുള്ളത് പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ആളുകളാണ് എന്നാണ്. ലോകത്ത് ഈ കക്ഷികൾ പ്രധാനമായും അറിയപ്പെടുന്നത് ഖവാരിജുകൾ, ഷിയാക്കൾ, അവരിൽ തന്നെ ഒന്നുകൂടി സ്ട്രോങ് വിഭാഗമായ റാഫിളിയാക്കൾ, അതേപോലെ തന്നെ ബാത്തുനിയാക്കൾ, ഖദരിയാക്കൾ, ജഹ്മിയാക്കൾ, മുഅ്തസിലികൾ പോലുള്ള അറിയപ്പെട്ട ഈ അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഥവാ യഥാർത്ഥത്തിലുള്ള വിശ്വാസങ്ങളും ആദർശങ്ങളും പരിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കി ജീവിക്കുന്ന ആളുകളിൽ നിന്ന് കക്ഷികളായി പിരിഞ്ഞുപോയ അറിയപ്പെടുന്ന വിഭാഗമാണ് ഇവരൊക്കെ. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇവർക്ക് എന്താണ് പിഴവുണ്ടായത്? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ഏതാനും വചനങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹീഹായ ഹദീസുകൾ അവയെ സ്വഹാബികളും താബികളും മുൻഗാമികളായ സലഫുസ് സ്വാലിഹീങ്ങൾ ആ ആയത്തിനെ, ആ ഹദീസിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ പഠിപ്പിച്ചു തന്നു, എങ്ങനെ മനസ്സിലാക്കി, എങ്ങനെ വ്യാഖ്യാനിച്ചു എന്ന് ആളുകളിലേക്ക് വഴിമാറിപ്പോകുന്നത് എന്ന് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മടങ്ങലല്ലാതെ യഥാർത്ഥത്തിൽ ഭിന്നതകൾക്ക് പരിഹാരമില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് പരിഹാരമാർഗമായി ഇസ്ലാം പഠിപ്പിച്ചത്. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. വല്ല കാര്യത്തിലും അഭിപ്രായ ഭിന്നതയുണ്ടായാൽ അവയെ നിങ്ങൾ അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും മടക്കണം, അഥവാ പരിശുദ്ധ ഖുർആനിലേക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലേക്ക്. ഈ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആളുകളാണ് എന്ന് പറയുന്നവർ തന്നെ വീണ്ടും വ്യതിചലിക്കാനുള്ള കാരണം ആ ഖുർആനിനെയും സുന്നത്തിനെയും മുൻഗാമികളായ സലഫുസ് സ്വാലിഹീങ്ങൾ മനസ്സിലാക്കിയതുപോലെ തന്നെ മനസ്സിലാക്കണം എന്ന രീതിയിലേക്ക് മാറുമ്പോഴേ യഥാർത്ഥ പരിഹാരത്തിന്റെ മാർഗത്തിലേക്ക് നമ്മൾ എത്തുന്നുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു നിലപാട് സ്വീകരിക്കാത്തതുകൊണ്ടാണ് മുഅ്തസിലിയാക്കളും ഖവാരിജുകളും ഷിയാക്കളും റാഫിളിയാക്കളും ബാത്തുനിയാക്കളും ഖദരിയാക്കളും ജഹ്മിയാക്കളും മുഅ്തസിലികളും അതേപോലെ തന്നെ സർദഷിയ എന്ന് പറയുന്ന ഒരു വ്യക്തി കേന്ദ്രീകരിച്ചിട്ടുണ്ടായിട്ടുള്ള വേറൊരു പിഴച്ച കക്ഷിയും അതേപോലെ തന്നെ വേറൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് മാനവീയ മസ്ദഖിയ പോലുള്ള ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് വ്യക്തി താൽപര്യങ്ങൾക്ക് വേണ്ടി അയാൾ പറയുന്നത് അനുയായികൾ അനുസരിച്ചോളണം, അത് തന്നെ ദീൻ, അതന്തമായ തഖ്ലീദ് ചെയ്യലിലൂടെ ഉണ്ടായ പാർട്ടിക്കാരാണ് സർദഷ്ടികളും മാനവീയതയും അതേപോലെ തന്നെ മസ്ദഖിയ വിഭാഗവുമൊക്കെ. അവസാനം വാദിച്ച് പരിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും എതിരായി വ്യഭിചാരം വരെ, അത് പ്രശ്നമല്ല, സാമ്പത്തികമായി എന്തെങ്കിലും ഒരു സഹായം അതേ ആ അന്യ സ്ത്രീക്ക് നൽകിയാൽ മതി, അതോടുകൂടി വ്യഭിചാരം ഹലാലായി, ശരിയായ മാർഗമായി എന്ന് വാദിക്കുന്നവർ വരെ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ്
അവരും പിഴച്ച ആളുകളിലേക്ക് വഴിമാറിപ്പോകുന്നത് എന്ന് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പേർഷ്യയിൽ നിന്ന് ഉത്ഭവിച്ച ബഹായികൾ വിശദീകരിക്കാൻ സമയമില്ല, വല്ലതും ചുരുക്കി കാര്യങ്ങൾ പറയട്ടെ. അമീർ മിർസ അലി മുഹമ്മദ് അഷിറാസി എന്ന് പറയുന്ന വ്യക്തിയാണ്. അയാളെ പിൽക്കാലത്ത് കൊന്നു. പിന്നീട് ശേഷം ഇതേ ആശയത്തിൽ പിന്തുടർന്ന് നേതാവായിക്കൊണ്ട് അതേ ആ അമീറിന്റെ അതേ ആദർശത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതേ അമീറായി ഇതേ വാദവുമായി കടന്നു വന്ന ആളാണ് ബഹാഉല്ലാ മിർസ ഹുസൈൻ അലി. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളുടെ പേരിലൂടെയാണ് ബഹായി മതം, ഇതും ഖുർആനും സുന്നത്തിന്റെയും ആളുകളാണ് എന്ന് വാദിക്കുന്ന ഒരു മതക്കാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവരുടെ അപകടമായ വാദങ്ങൾ ധാരാളമുണ്ട്. അഖീദയിൽ തന്നെ വമ്പിച്ച പിടവുകൾ. അതേ പരിശുദ്ധ ഖുർആൻ അത് നസ്ഖായി പോയി, ഇനി അതിലൊന്നും നമുക്ക് വിശ്വസിക്കേണ്ടതോ കർമ്മങ്ങൾ ചെയ്യേണ്ടതോ ഇല്ല എന്ന വാദക്കാരാണ്. പരിശുദ്ധ കഅബാലയം, ആ കഅബാലയവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ കഅബ ഇപ്പോൾ ഇല്ല, അത് തകർത്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് ഡ്യൂപ്ലിക് കഅബയാണ്. അതുകൊണ്ട് തന്നെ സാക്ഷാൽ നമ്മുടെ ആരാധനാ കർമ്മങ്ങളിൽ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ആരോഗ്യം കൊണ്ടും സബീലെത്തിയിട്ടുള്ള ആളുകൾക്ക് നിർബന്ധമുള്ള പരിശുദ്ധ ഹജ്ജ് കർമ്മം വരെ ഇന്ന് ചെയ്തതുകൊണ്ട് കാര്യമില്ല. കാരണം സാക്ഷാൽ കഅബ ഇല്ലാത്തതുകൊണ്ട് ഹജ്ജ് വരെ ബാത്തിലാണെന്ന് വാദിക്കുന്ന അഖീദാപരമായ പിടവുകൾ വരെ സഹോദരങ്ങളെ ഇവർക്ക് സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല ബഹായി എന്ന് പറയുന്ന ആള് നബിയാണ് എന്ന് വരെ കള്ളപ്രവാചകത്വം വാദിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ നസ്ഖായതുകൊണ്ട് തന്നെ വേറൊരു ഗ്രന്ഥം, അതേ അൽ കിതാബുൽ ഖുദ്സ് എന്ന് പറയുന്ന ഗ്രന്ഥം ഈ ബഹായിക്ക് കിട്ടിയിട്ടുണ്ടെന്നും ഇനി നമ്മൾ പിന്തുടരേണ്ടത് അതാണെന്നും വരെ വാദിച്ചുകൊണ്ടിരിക്കുന്ന അതേ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആളുകളാണെന്ന്, ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആളുകളാണെന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗം ലോകത്തുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ നബിവാദങ്ങളും ഗ്രന്ഥവാദങ്ങളും അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ പ്രമാണങ്ങളെ വളച്ചൊടിച്ചുകൊണ്ടുള്ള പിഴച്ച വാദഗതികളും ലോകത്ത് പല ടീമുകളായി അറിയപ്പെട്ടിട്ടുണ്ട്. അതിന്റെ കൂടുതലായി വിശദീകരണത്തിലേക്ക് ഞാൻ ഇറങ്ങുന്നില്ല. കേരളക്കരയിൽ വ്യതിയാന കക്ഷികൾ ധാരാളമുണ്ട്. പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുമായി ബന്ധപ്പെട്ട് ഈ ഖുർആൻ എക്സിബിഷനിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അതാ ഒരു വിഭാഗം പറയുന്നത് പരിശുദ്ധ ഖുർആൻ മാത്രം മതി, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ സ്വീകരിക്കേണ്ടതില്ല എന്നാണ്. ഖുർആൻ തന്നെയാണ് ഏറ്റവും നല്ല സുന്നത്ത്, വേറൊരു സുന്നത്തിന്റെ ആവശ്യമില്ല. ലോകത്തവർ അറിയപ്പെട്ടത് അഹ്ലുൽ ഖുർആനിന്റെ ആളുകൾ എന്നാണ്. ഈ വിഭാഗം കേരളക്കരയിൽ ചെകന്നൂർ മൗലവിയുടെ കോലത്തിലാണ് കടന്നു വന്നിട്ടുള്ളത്. ഇവർക്കുള്ള അടിസ്ഥാന പിടവ് പരിശുദ്ധ ഖുർആൻ എടുത്ത് ഓതിക്കൊണ്ട് അതേ അദ്ദേഹത്തിന്റേതായ സ്വന്തം ദുർവ്യാഖ്യാനങ്ങൾ കൊടുക്കുകയാണ് ചെയ്തത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വഹാബത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്, അതിന്റെ വ്യാഖ്യാനം സ്വഹാബത്ത് മനഃപ്പാടമാക്കിയിട്ടുണ്ട്, താബിഈകൾ അത് അറിഞ്ഞിട്ടുണ്ട്. അവർക്കാർക്കും മനസ്സിലാകാത്ത ഒരു സ്വന്തം വ്യാഖ്യാനമാണ് ചെകന്നൂർ മൗലവി ഈ കേരളക്കരയിൽ അതേ വ്യതിയാന ചിന്തയുമായി കടന്നു വന്ന് പ്രമാണത്തെ ഇസ്ലാമിനെ സ്നേഹിക്കുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്നത്. പ്രിയപ്പെട്ടവരെ, അവര് പറയുന്നത് ഖുർആൻ മാത്രം മതി എന്നാണ്. ഏതാനും ചില ലഘുലേഖ അടിക്കുന്നവരും അതേപോലെ തന്നെ ആ മൗലവിയുടെ അമ്മാവൻ സാലിം ഹാജിയും വ്യക്തിപരമായി അവരെ ഒന്നും വിദ്വേഷമായി കാണുകയല്ല. നേരെ മറിച്ച് ഈ വിഷയത്തിന്റെ പൂർത്തീകരണം എന്ന നിലക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയട്ടെ. ഏതാനും ചില സഹോദരങ്ങൾ തിരൂരിലും അതേപോലെ തന്നെ പുത്തൂർ പള്ളിക്കലും ഈ കോട്ടക്കലിലും കോഴിക്കോട് ഒരു ചെറിയ ബിൽഡിംഗ് ആസ്ഥാനമായും ഒക്കെ ഇന്നും കേരളക്കരയിൽ പ്രവർത്തിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും അംഗീകരിക്കേണ്ടുന്ന രീതിയിൽ അംഗീകരിച്ചിട്ടില്ല എന്നതാണ് അവരുടെ പിഴവിന്റെ കാരണമായിട്ടുള്ളത്. അവർ ഖുർആനിലേക്ക് മടങ്ങണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലേക്ക് മടങ്ങണം, മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ തയ്യാറാവണം. വേറൊരു ഭാഗം പരിശുദ്ധ ഖുർആനും ഹദീസും സ്വീകരിക്കും എന്ന് വാദിക്കുകയും പക്ഷേ സ്വയം വ്യാഖ്യാനിച്ചുകൊണ്ട് അല്ലാഹ് പറഞ്ഞതിനെതിരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതിനെതിരായി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് തങ്ങളുടേതായ വിശ്വാസങ്ങളും ആദർശങ്ങളും ഖുർആനിന്റെ കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഷിയായിസം സ്വാധീനിച്ചിരിക്കുകയാണ്, സൂഫിസം സ്വാധീനിച്ചിരിക്കുകയാണ്. എന്തേ കാരണം? അവർ വാദിക്കുന്നത് സമസ്തക്കാരെന്ന പേരിൽ
ആ വിഭാഗം ഇവിടെ പ്രവർത്തിക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിലെ ആയത്തോതി അവരിലുള്ള ശിർക്കിനെ തൗഹീദാക്കാൻ അവർ ശ്രമിക്കാറുണ്ട്. അവർ കർമ്മങ്ങളായി സ്വീകരിച്ചിട്ടുള്ള ബിദ്അത്തിനെ സുന്നത്താക്കാൻ ഈ പരിശുദ്ധ ഖുർആനിലെയും തിരുസുന്നത്തിൽ വന്നിട്ടുള്ള സ്വഹീഹായ ഹദീസുകളെയും ദുർവ്യാഖ്യാനിക്കാറുണ്ട്. അങ്ങനെ കേരളത്തിൽ കൊട്ടപ്പുറം മുതൽ തുടങ്ങി വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക ബിറുസുലിനാ എന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്ത് സൂറത്തു സുഖ്റുഫിലെ വചനം, അതെ, അതിന്റെ പകുതി ഭാഗം ഓതി വെച്ചിട്ട് ബാക്കി ഭാഗം ഓതാതെ അള്ളാഹ്ക്ക് പുറമെ മരിച്ചുപോയ മഹാത്മാക്കളോടും അതേ സങ്കടം പറയാം, വിളിച്ചു പ്രാർത്ഥിക്കാം, ഇസ്തിഗാസ നടത്താം എന്നതിന് പരിശുദ്ധ ഖുർആനിലെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അവരുടെ ശിർക്കിനെ സ്ഥാപിക്കാൻ, അതിനെ തൗഹീദാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടെ മുതൽ ആരംഭിച്ച ദുർവ്യാഖ്യാന പ്രവണതകൾ അതേ പിന്നീട് ഇന്നമാ വലിയുക്കുമുള്ള എന്ന ആയത്തിനെ ദുർവ്യാഖ്യാനിക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ നമുക്കറിയാം പരിശുദ്ധ ഖുർആനിലെ വബ്തഗു ഇലൈഹിൽ വസീല എന്ന പരിശുദ്ധ ഖുർആനിലെ വചനം, സൂറത്തു മാഇദയിലെ വചനം ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അതേ അല്ലാഹു അല്ലാത്തവരിലേക്ക് ഇടയാളന്മാരെ സ്വീകരിക്കാൻ വേണ്ടി വസീല തേടാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചു. മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും ജനങ്ങളെ കബളിപ്പിക്കുന്നു. ഇതാണ് ഒരു വിഭാഗം. അതേപോലെ തന്നെ സഹോദരങ്ങളെ, പറഞ്ഞ് അവസാനം ഈ കോട്ടക്കലിൽ വെച്ചുകൊണ്ട് എന്ന പരിശുദ്ധ ഖുർആനിലെ ഒരു വചനത്തിന്റെ ഒരു ഭാഗം എടുത്തുകൊണ്ട് ലാ തഖൂലു റാഇന വഖൂലു ഉൻദുർന എന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്തിന്റെ ആ ഭാഗം ഓതി വെച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വഫാത്തായ പ്രവാചകനെ എവിടെ വെച്ചും വിളിക്കാം, തേടാമെന്നതിന് ആയത്ത് ദുർവ്യാഖ്യാനിച്ചു. അതേപോലെ തന്നെ അങ്ങനെ ഒരുപാട് ആയത്തുകൾ, എല്ലാം ആയത്തുകളുടെ ഇറങ്ങാനുള്ള കാരണങ്ങളും അതിന്റെ വ്യാഖ്യാനങ്ങൾ മുൻഗാമികൾ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയ അഹ്ലുസുന്ന വൽ ജമാഅത്തിന് അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ വിശദീകരിച്ച രേഖകൾ, ഇബാറത്തുകൾ വെച്ചുകൊണ്ട് കാര്യങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയപ്പോൾ ആ ദുർവ്യാഖ്യാനങ്ങൾ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അവസാനം ഏറ്റവും ലേറ്റസ്റ്റ് ആയ ദുർവ്യാഖ്യാനങ്ങൾ, സ്വഹീഹായ ഹദീസുകളെ അവർ ദുർവ്യാഖ്യാനിച്ചു, ദഈഫായ ഹദീസുകൾ കൊണ്ടുവന്നു. അവസാനം ഇതാ പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീൻ എന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്തോതി ഏറ്റവും പുതിയൊരു ദുർവ്യാഖ്യാനവുമായി കടന്നു വന്നിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ആവശ്യമനുസരിച്ചുകൊണ്ട് ചോദ്യോത്തര സെഷനിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉണ്ടാവും. സഹോദരന്മാരെ, നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ രീതിയിൽ പരിശുദ്ധ ഖുർആനിൽ അല്ല എന്താണോ പറഞ്ഞത്, അല്ല എന്തിനാണോ ആയത്തിറക്കിയത്, എന്താണോ അതിന്റെ വ്യാഖ്യാനം പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായിട്ടുണ്ട്, സ്വഹാബത്തിന് മനസ്സിലായിട്ടുണ്ട്. അതിനപ്പുറം സ്വന്തമായ ഇഷ്ടങ്ങൾ, താൽപര്യങ്ങൾ, അവരുടെ ശിർക്കിനെ ന്യായീകരിക്കാൻ ഈ ആയത്തുകളെ ദുർവ്യാഖ്യാനിക്കുന്നു, പ്രമാണങ്ങളെ വളച്ചൊടിക്കുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്, വ്യതിയാനങ്ങൾ ഉണ്ടാവുകയാണ്, പരിഹാരങ്ങൾ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അവരിൽ നിന്ന് തെറ്റിദ്ധരിച്ച സുഹൃത്തുക്കളും പരിശുദ്ധ ഖുർആനിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായ ഹദീസുകളുടെ ശരിയായ വ്യാഖ്യാനങ്ങളും അതിനെ മുൻഗാമികൾ സമീപിച്ച രീതിയും അവർ മനസ്സിലാക്കിയ മനസ്സിലാക്കലിലേക്കും പാകപ്പെടണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. വേറെ വിഭാഗം ഖാദിയാനികളാണ്. പരിശുദ്ധ ഖുർആനിലെ ആയത്തോതിയിട്ടാണ് അതേ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്ന പഞ്ചാബുകാരൻ, അതേ ഞാൻ പ്രവാചകനാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന പ്രവാചകനല്ല, ഇനിയൊരു പ്രവാചകൻ വരാനുണ്ട് എന്ന് മുഹമ്മദ് നബിക്ക് അവതരിച്ചിട്ടുള്ള പരിശുദ്ധ ഖുർആനിൽ തന്നെ എന്റെ പേര് പറഞ്ഞതുകൊണ്ട് ഞാനാണ് അഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ എന്ന് പറഞ്ഞുകൊണ്ട് മിൻ ബഅദി ഇസ്മുഹു അഹമ്മദ് എന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്തോതിയിട്ട് അതേ സ്വന്തം അത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചാബുകാരൻ ഗുലാം അഹമ്മദ് വാദിച്ചുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, അയാൾക്കും കുറെ ആളുകളെ കിട്ടി. അവസാനം ഈ അഹമ്മദ്മാർ പെരുകിക്കൊണ്ടിരിക്കുന്നു. അവിടെയും പിളർപ്പുകളും വളർച്ചയും ഉണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതേ ഒരുപാട് അഹമ്മദ്മാർ ഇന്നും വന്നുകൊണ്ടിരിക്കുന്നു കള്ളപ്രവാചകത്വം വാദിച്ചുകൊണ്ട്. ഇവർക്ക് ഇസ്ലാമിന്റെ കോമ്പൗണ്ടിൽ ഒരു മിനിറ്റ് സമയം പോലും നിൽക്കാൻ സ്ഥാനമില്ല, അവകാശമില്ല. കാരണം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു അവസാന പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരു ബിൽഡിംഗിന്റെ കെട്ടിടത്തിന്റെ പണിയുടെ പൂർത്തീകരണത്തിൽ എല്ലാം അവസാനിച്ചു. അവസാനം ഒരു കല്ല്, ഒരു ഇഷ്ടിക, അത് അവശേഷിക്കുന്നു. അതിന്റെ ഒരു വെക്കൽ മാത്രം പൂർത്തിയാകാൻ ബാക്കിയുണ്ട്. ആ ഇഷ്ടികയാണ് ഞാൻ വന്നതോടുകൂടി ഈ പുരയുടെ കെട്ടിടത്തിന്റെ പണി പൂർത്തിയായി. ഇനി പ്രവാചകൻ എനിക്ക് ശേഷം വരാനില്ല. അതോടുകൂടി അവസാന പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. പരിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നതാണ്. അപ്പോ ആ വിശ്വാസത്തിൽ നിന്ന്,
അകന്നുപോയ വ്യതിചലിച്ചുപോയ വിഭാഗമാണ് ഖാദിയാനികൾ. സഹോദരങ്ങളെ, അവർ ഈ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചു. മുൻവേദങ്ങളിൽ തൗറാത്തിലും ഇഞ്ചീലിലും സബൂറിലുമൊക്കെ മുൻവേദങ്ങളിൽ ഇനിയൊരു പ്രവാചകൻ വരാനുണ്ട് എന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് ഈ ഖുർആനിൽ പറഞ്ഞ ആ ഭാഗമെടുത്തുകൊണ്ടാണ് ഗുലാം അഹമ്മദ് ഖാദിയാനി അത് എന്നെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ദുർവ്യാഖ്യാനിച്ചിട്ടുള്ളത്. വബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ എന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ ആമുഖത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ള അതേ യഥാർത്ഥ സത്യവിശ്വാസികൾ, ഈമാനുള്ളവർ അചഞ്ചലമായ പാരത്രിക ലോകത്തെക്കുറിച്ച് ശരിയായ വിശ്വാസം വെച്ചു പുലർത്തുന്നവരാണ് എന്ന് അല്ലാഹു പറഞ്ഞ ആ ആയത്തിനെ മറ്റേ നബി അതേ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന അർത്ഥത്തിലേക്ക് ദുർവ്യാഖ്യാനിക്കുകയാണ് ചെയ്തത്. അതേ പരലോകത്തെ ഏടുകൾ നിവർത്തപ്പെടുന്ന ആ രംഗം വന്നാൽ എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്ന പരിശുദ്ധ ഖുർആനിലെ ആ വചനത്തെ അതേ പത്രങ്ങളും മാസികകളും വാരികകളും പെരുകുന്ന കാലഘട്ടം വന്നാൽ എന്ന സ്വന്തമായ വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് വ്യതിയാനങ്ങളുമായി ഈ ലോകത്ത് ഊരുചുറ്റുകയാണ് ആ വിഭാഗമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വേറെ വിഭാഗം ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തിന് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയിലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് അവിടെ ഇബാദത്താണ് അല്ലാഹു ഉദ്ദേശിച്ചിട്ടുള്ളത്. ലോകത്തുള്ള എല്ലാ മുഫസ്സിറുകളും അങ്ങനെയാണ് അംഗീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് അതിന്റെ കാരണം, സ്വഹാബത്ത് മനസ്സിലാക്കിയതാണ് അതിന്റെ കാരണം. പക്ഷേ മൗദൂദി സാഹിബ് കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, അവിടെ 3 അർത്ഥങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇബാദത്തിന് അനുസരണമെന്നതും അടിമവേല എന്നതും അതേ ആരാധന എന്നതും ഈ 3 പരിഗണിക്കുമ്പോഴേ സമ്പൂർണ്ണമായി ഇസ്ലാമിനെ അംഗീകരിക്കലാകൂ എന്ന പുതിയൊരു വാദത്തിലേക്ക് കടന്നു വന്നു. അതോടുകൂടി അതേ അടിസ്ഥാനപരമായ ഈ വിഷയത്തിൽ അവർക്ക് പിഴവ് സംഭവിച്ചു. ഖുർആനിനെ അവഗണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യാഖ്യാനത്തെ വിട്ടുകൊണ്ട് സ്വന്തമായ വ്യാഖ്യാനത്തിലേക്ക് വന്നപ്പോൾ വാപ്പയെ അനുസരിക്കൽ ശിർക്കായി, ഉമ്മയെ അനുസരിക്കൽ ശിർക്കായി, അതേ മറ്റൊരാളുടെ കീഴിൽ അടിമവേല ചെയ്യൽ ശിർക്കായി. അതോടുകൂടി എന്താണ് ശിർക്ക്, എന്താണ് തൗഹീദ് എന്ന് മനസ്സിലാകാത്തൊരവസ്ഥയിലേക്ക് മൗദൂദി സാഹിബ് ഈ സമൂഹത്തെ സമ്പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഇസ്ലാമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയവൽക്കരിക്കുന്ന ആളുകളെ ആ രീതിയിലേക്ക് വ്യതിചലിക്കാൻ ഈ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് വ്യതിയാനവുമായി അദ്ദേഹം ഒരു വിഭാഗത്തെയും കൊണ്ടുപോയി. വേറെ വിഭാഗമുള്ളത് സഹോദരന്മാരെ, ഈ വിഭാഗത്തിൽ തന്നെ ഖുർആനും സുന്നത്തും അവർക്ക് പ്രശ്നമല്ല, ഇസ്ലാമികമായ ഒരു ഭരണം മതി എന്നതാണ്. അവസാനം തനി രാഷ്ട്രീയവും വിശദീകരിക്കേണ്ടെന്ന് ആവശ്യമില്ല. ആദർശ പിതാവായി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് അള്ളാഹു പറഞ്ഞൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് പോലും അംഗീകരിക്കാത്ത വിഭാഗമാണ് സമ്പൂർണ്ണമായി ഇസ്ലാമിനെ അംഗീകരിച്ചവരാണ്, ഉൾക്കൊള്ളുന്നവരാണ് എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാർ. അതേ അള്ളാഹു പറഞ്ഞല്ലോ, ഇബ്രാഹിം അല്ലദീ വഫാ, എല്ലാ കടമകളും പൂർത്തീകരിച്ചവരാണ് ഇബ്രാഹിം എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ നജ്മിലൂടെ അള്ളാഹു പറഞ്ഞൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച്. ഇനിയൊരു കടമയും ഇവിടെ ബാക്കിയില്ല, എല്ലാം പൂർത്തീകരിച്ചു എന്ന് മറ്റൊരാളെ കുറിച്ചും അങ്ങനെ അള്ളാഹു പറഞ്ഞിട്ടില്ല. ആ ഇബ്രാഹിം നബിക്ക് അള്ളാഹ് കൊടുത്ത ഒരു പ്രത്യേകമായ ഈ ഗുഡ് സർട്ടിഫിക്കറ്റ് അത് ജമാഅത്തെ ഇസ്ലാമിക്കാർ അംഗീകരിക്കുന്നില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് പറയുന്നത് എല്ലാം അദ്ദേഹം ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒരു ന്യൂനതയുണ്ട്. എന്താണത്? ഇസ്ലാമികമായ ഭരണം നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. പൊശവൻ തന്റെ മൺചട്ടി ഉണ്ടാക്കുന്ന പണിപ്പുരയിൽ അതേ മൺചട്ടി ഉണ്ടാക്കുന്ന വേലയിൽ ആ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ മൺചട്ടി പൂർത്തിയാകുന്നതിന് മുമ്പ് ഈ ലോകത്ത് വിട പറയുന്നത് പോലെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നമ്രൂദ് എന്ന് പറയുന്ന രാജാവിനോട് തൗഹീദ് പറഞ്ഞു, വാപ്പയോട്, കുടുംബത്തോട്, സമൂഹത്തോട്, നാട്ടുകാരോടെല്ലാം പറഞ്ഞു. പക്ഷേ ഇസ്ലാമിക ഭരണം ഇബ്രാഹിം നബിക്ക് നടത്താൻ കഴിയാത്തതുകൊണ്ട് സമ്പൂർണമായി എന്ന് പറയാൻ സാധ്യമല്ല എന്ന് അള്ളാഹ് പറഞ്ഞതിന് കത്തിവെക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാർ വ്യതിയാന കക്ഷികൾ ഇവിടെ ഉണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വേറെ വിഭാഗം സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ ഈ വിഭാഗം ചെയ്യുന്നത് ഷിയാക്കളെ വെള്ളപൂശൽ മാത്രമാണ് എന്നതുകൂടി സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു വിഭാഗം തബ്ലീഗ് ജമാഅത്തുകാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രമാണം പരിശുദ്ധ ഖുർആനോ തിരുസുന്നത്തോ അല്ല, ആണ് എന്നവർ വാദിക്കും. പക്ഷേ അവർക്ക് പ്രമാണമായുള്ളത് സക്കരിയ മൗലാന എന്ന് പറയുന്ന ഒരു മൗലാന എഴുതിയുണ്ടാക്കിയിട്ടുള്ള ഫളായിലെ കിതാബാണ്. ആ കിതാബിൽ അതേ ഫളായിലെ സ്വലാത്ത് പറഞ്ഞിട്ടുണ്ട്, ഫളായിലെ സക്കാത്ത് പറഞ്ഞിട്ടുണ്ട്, ഫളായിലെ സൗമ പറഞ്ഞിട്ടുണ്ട്, ഫളായിലെ സ്വതക്ക പറഞ്ഞിട്ടുണ്ട്. സ്വതക്കയുടെ ഫളല്, സക്കാത്തിന്റെ ഫളല്, ഹജ്ജിന്റെ ഫളല്, നമസ്കാരത്തിന്റെ ഫളല് ഒക്കെ പറഞ്ഞു.
തൗഹീദിന്റെ ഫളൽ അവിടെ കാണുന്നില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ ലോകത്തിന്റെ ഗുരുനാഥൻ. ആ പ്രവാചകനെ വിട്ട് സക്കരിയ മൗലാനയാണ് അവർക്കുള്ളത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആനും സുന്നത്തും അവർക്ക് പ്രശ്നമല്ല, കെട്ടുകഥകളിലേക്കാണ് സമൂഹത്തെ നയിക്കുന്നത്. മാത്രമല്ല സ്വഹീഹായ ഹദീസുകളേത്, അതേപോലെ തന്നെ ലഈഫുകളേത്, ഇങ്ങനെ റിവായത്തുകളെ വേർതിരിക്കാതെ എല്ലാം എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കള്ളക്കഥകളും കെട്ടുകഥകളും മൗദൂആയ ഹദീസുകളും കൂടുതൽ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് അതേ സ്വഹീഹിനെ സ്വീകരിക്കുന്നവരോട് വിശാലമായ ചിന്താഗതി വേണം, ഉമ്മത്തിന് ഓർമ്മ വേണം, ഭിന്നിപ്പുണ്ടാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹീഹിനെ സ്വീകരിക്കുന്നിടത്ത് അലർജിയുള്ളവരാണ് ഇവരെന്നത് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ വ്യതിയാനങ്ങൾ അവർക്കുണ്ട്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലായിടത്തുമുണ്ട് എന്ന വിശ്വാസപരമായ തകരാറും ആ വിഭാഗത്തിനുണ്ട് എന്നത് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കണം. അഞ്ചാമത്തെ ഒരു കക്ഷി ത്വരീഖത്തുവാദികളാണ്. അവർ പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്ന ഒരു പ്രവാചകനെ തന്നെ നമുക്ക് ആവശ്യമില്ല. കാരണം ആ പ്രവാചകനെ ഇത്തിബാഇ ചെയ്യേണ്ടതുമില്ല. കാരണം നമ്മളിലൊക്കെ പ്രവാചകനുണ്ട്. ഖുർആനിന്റെ പ്രയോഗം തന്നെ റസൂലൻ മിൻഹും റസൂലൻ മിൻ അൻഫുസിഹിം എന്നൊക്കെയാണ്. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ പ്രവാചകനുണ്ട് എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആ പ്രവാചകൻ മക്കത്തെ മുഹമ്മദ് അല്ല, നമ്മളിൽ തന്നെ ഒളിഞ്ഞുകിടക്കുന്നു പ്രവാചകൻ എന്നാണ്. അതുകൊണ്ട് ഞാൻ തന്നെ മതി നബിയായി, ഞാൻ തന്നെ മതി പ്രവാചകനായി, വേറൊരു പ്രവാചകന്റെ ആവശ്യമില്ല. അതുകൊണ്ട് പ്രവാചകൻ നമസ്കരിച്ചതുപോലെ നമസ്കരിക്കണോ വേണ്ട, ഞാൻ നബി, ഞാൻ എങ്ങനെയാണോ അങ്ങനെ. ആ രീതിയിലേക്ക് വ്യതിയാനവുമായി അതേ പോയിക്കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ത്വരീഖത്തുവാദികൾ. മാത്രമല്ല സഹോദരന്മാരെ, യഖീൻ എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിലെ ഒരു പദത്തെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് എല്ലാ ഇബാദത്തിൽ നിന്നും അവർ മോചിതരായിരിക്കുന്നു. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നീ നിന്റെ രക്ഷിതാവിനെ ആരാധിക്കണം അതേ ബോധ്യം വരുന്നത് വരെ, ഉറപ്പ് വരുന്നത് വരെ എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇവിടത്തെ മുജാഹിദുകൾക്കും ഇവിടത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാർക്കും ഇവിടത്തെ തബ്ലീഗ് ജമാഅത്തുകാർക്കും ഇവിടെ മറ്റു കേരളത്തിലെ മത സംഘടനയായുള്ള പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ അതേ ദീൻ എന്ത് എന്ന്, നരകമെന്ത് എന്ന്, അള്ള എന്ത് എന്ന്, മലക്കുകൾ എന്തെന്ന്, സ്വർഗമെന്തെന്ന്, നരകമെന്തെന്ന്, ദീനെന്തെന്ന് ബോധ്യമായിട്ടില്ല. ഞങ്ങളുടെ മുറബിയായ ശൈഖിനും അതേ അവരെ കൈകൊടുത്ത് ബൈഅത്ത് ചെയ്ത ഞങ്ങളുടെ ത്വരീഖത്തിന്റെ ആളുകൾക്കൊക്കെ എന്താണ് എന്നത് കൃത്യമായി യഖീനായി. ഇനി നിസ്കാരം വേണ്ട, ഇനി നോമ്പ് വേണ്ട, ഇനി സക്കാത്ത് വേണ്ട, ഇനി ദീനിന്റെ ഒരു ഷഅറും വേണ്ട. അതുകൊണ്ട് തന്നെ നമസ്കരിക്കാൻ ബാങ്ക് കൊടുത്താൽ പള്ളിയിലേക്ക് ഞങ്ങൾ പോവാത്തതിനെ കുറിച്ച് ഞങ്ങളോട് ചോദിക്കണ്ട, ഷെയ്ഖിനോടും ചോദിക്കണ്ട, മുരീദിനോടും ചോദിക്കണ്ട. കാരണം ഖുർആനിലുണ്ട് ബോധ്യപ്പെടുന്നത് വരെ മതി ഇബാദത്തെന്ന്. ഈ ബോധ്യപ്പെടൽ എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ വ്യാഖ്യാനിച്ചു, മനസ്സിലാക്കിയെടുത്തുള്ള പിഴവാണ്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ എന്ന പരിശുദ്ധ ഖുർആനിലെ ഈ യഖീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നീ നിന്റെ രക്ഷിതാവിനെ ആരാധിക്കണം, യഖീൻ വരുന്നത് വരെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ഉദ്ദേശം അൽ മൗത്ത്, മരണമാണ്. അപ്പൊ മരണം വരെ നമസ്കരിക്കണം, മരണം വരെ നോമ്പ് നോൽക്കണം, മരണം വരെ സക്കാത്ത് കൊടുക്കണം, മരണം വരെ ഇബാദത്തിലാകണം എന്ന ആയത്തിനെ അതേ ബോധ്യപ്പെടുന്നത് വരെ എന്ന് പറഞ്ഞ് ആ യഖീനിന് സ്വന്തമായ വ്യാഖ്യാനം കൊടുത്ത് ദുർവ്യാഖ്യാനം കൊടുത്ത് വ്യതിചലിച്ചു പോയ കക്ഷികളാണ് അവർ എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വേറെ വിഭാഗം മടവൂരി സഹോദരങ്ങളാണ്. സഹോദരങ്ങളെ, ആ വിഭാഗം കൃത്യമായ ഹദീസ് നിഷേധമാണ് അവർക്കുള്ളത്. മുഅ്തസിലിയാക്കളിൽ നിന്ന് ഈ ഹദീസ് നിഷേധം, ഈ ഹദീസിനോടുള്ള അവഗണന കടമെടുത്തുകൊണ്ട് ആധുനികമായി മുസ്ലിമീങ്ങളുടെ വേഷത്തിൽ, ആദർശത്തിന്റെ വേഷത്തിൽ കടന്നു വന്നവരാണവർ. പറഞ്ഞു പറഞ്ഞ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സംസം വെള്ളത്തിന്റെ പ്രത്യേകതയും അതിന്റെ ബർക്കത്തും അതുമായി ബന്ധപ്പെട്ട സകലതും അത് ദുർബലമാണെന്ന് പറഞ്ഞ് ഹദീസിനെ നിഷേധിക്കുന്ന കാര്യം അബ്ദുസ്സലാം സുല്ലമി എന്ന് പറയുന്ന മുഹദ്ദിസാണ് അവർക്ക് നേതാവായി ഉള്ളത്. അയാളുടെ ബുഖാരി പരിഭാഷയിൽ 2-ാം വാള്യം 331-ാം പേജിൽ വളരെ കൃത്യമായി എഴുതി വെക്കുന്നു, സംസം വെള്ളത്തിന്റെ ശ്രേഷ്ഠത പറയുന്ന സർവ്വ ഹദീസുകളും ദുർബലമാണ്. നഊദുബില്ല. അപ്പൊ അവരും പിഴച്ച കക്ഷികളാണ് എന്നതിൽ സംശയമില്ല. ആ കക്ഷികളിൽ ഒരു കക്ഷിയാണവർ എന്നതിൽ സംശയമില്ല. പരിഹാരം, ആ ഹദീസിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണോ പറഞ്ഞത്, അതിന്റെ പരമ്പര, അതിന്റെ സനദ് എല്ലാം പരിശോധിച്ച്, മത്ന് പരിശോധിച്ച്, അതിന്റെ സിഹത്ത് പരിശോധിച്ച് സ്വീകരിക്കലല്ലാതെ പരിഹാരമില്ല. പ്രിയപ്പെട്ടവരെ, സലാം സുല്ലമിക്ക് തോന്നിയതൊക്കെ ദീൻ എന്ന രീതിയിൽ പോകുമ്പോൾ പിഴവുകൾ ഉണ്ടാകും. അതിന് ഒരു രീതിയിലുള്ള ത്വരീഖത്തിന്റെ അതേ ആശയക്കാരുടെ പോലെ അയാൾ അന്ധമായി തഖ്ലീദ് ചെയ്യുന്ന ആ ഏർപ്പാട് അവസാനിപ്പിക്കണം. ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഖുർആനിന്റെ ആശയങ്ങൾക്ക് അടിസ്ഥാനപരമായി വിമർശിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് അതേ പരിഭാഷയിൽ 2-ാം വാള്യം
219 പേജിൽ എഴുതി വച്ചിരിക്കുന്നു. അപ്പൊ ഖുർആനിൽ ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട് അള്ളാഹു സൂചന നൽകി. ഹദീസുകളിൽ അതിന്റെ വിശദീകരണം വന്നു. ഈ ഹദീസ് എടുത്താൽ ഖുർആനിനെ കത്തിവെക്കലാണെന്ന് അബ്ദുസലാം സുല്ലമി പറഞ്ഞു. അലി മദനി മൊറയൂരും കരിമ്പിലാക്കൽ മൗലവിയും അതുപോലെ പാടി നടന്നു. അതിന്റെ പിന്നാലെ കുറെ ആളുകൾ അതാണ് ശരിയെന്ന് തെറ്റിദ്ധരിച്ചു. വ്യതിയാനമാണ് സഹോദരന്മാരെ. അവസാനം സിഹറിന്റെ ഹദീസിനെ അവർ നിഷേധിക്കുന്നു. മാത്രമല്ല, നവജാത ശിശുവിന്റെ കരച്ചിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിയാഹുൽ മൗലൂദി ഹീന യഖഉ നസ്അതു മിനശ് ശൈത്താൻ. അതേ കുഞ്ഞ് ജനിക്കുമ്പോൾ ആ നവജാത ശിശുവിന്റെ കരച്ചിൽ ശൈത്താനിൽ നിന്നുള്ള ഒരു കുത്തുകാരണമാണ് എന്ന്. ഇതിനെ പരിഹസിക്കുന്നു. ശൈത്താൻ കുത്തുകയോ, അത് അഭൗതികമായ രീതിയല്ലേ, ഭൗതികമായ കുഞ്ഞിനെ എങ്ങനെ കുത്തും എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്നു സഹോദരന്മാരെ. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മാ മിൻ മൗലൂദിൻ യൂലദു ഇല്ലാ വശൈത്താനു യമസ്സുഹു ഹീന യൂലദു ഇല്ലാ മറിയം വഇബ്നുഹാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച ഹദീസ് ഇമാം ബുഖാരി 4184 ഹദീസായും ഇമാം മുസ്ലിം 2367 ഹദീസായും രേഖപ്പെടുത്തിയ റിവായത്തുകളാണ് ഞാൻ മുന്നിലേക്ക് വെച്ചത്. ഈ രണ്ട് ഹദീസുകളെയും പച്ചക്ക് പുച്ഛിക്കുകയാണ്, അവഗണിക്കുകയാണ്, പരിഹസിക്കുകയാണ് മടവൂരി സഹോദരങ്ങൾ ചെയ്യുന്നത്. എല്ലാവരുമല്ല അബ്ദുറഊഫ് മദനി ഇത് പുച്ഛിക്കുന്ന ആളല്ല. അതേപോലെ തന്നെ ചെറിയമണ്ട അബ്ദുൽ ഹമീദ് മദനി പുച്ഛിക്കുന്ന ആളല്ല. പ്രമാണം അംഗീകരിക്കുന്നവർ അവരിൽ തന്നെ ഉണ്ട് എന്നത് ഞാൻ മറക്കുന്നില്ല. പക്ഷെ നിഷേധികൾ ധാരാളമായി ഉണ്ട് സഹോദരങ്ങളെ. അപ്പൊ ഈ ഹദീസുകളെ പുച്ഛിക്കുന്നു, അവഗണിക്കുന്നു, വ്യതിയാനമാണ്. വേറെ വിഭാഗം നവമടവൂരികളാണ് സഹോദരന്മാരെ. ആ വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹദീസ് നിഷേധം മാത്രമല്ല, ഖുർആനിനെയും നിഷേധിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ സിഹർ ഫലിക്കുമെന്നും ഇബ്രാഹിം മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവം, ഹാറൂത്തുമായി ബന്ധപ്പെട്ട വിഷയം, ആ വിഷയത്തിൽ സിഹറുമായി ബന്ധപ്പെട്ട അവരുടെ പഠനം അത് ഏറ്റെടുത്തുണ്ട് എന്നും ആ സിഹർ ഫലിക്കുമെന്നും ആ സിഹർ ഫലിക്കുമ്പോൾ ഭാര്യാഭർത്താക്കന്മാരെ വരെ പിണക്കാൻ അതിന് കഴിവുണ്ട് എന്നും പക്ഷേ അത് അള്ളാഹുവിന്റെ ഇതിന് പ്രകാരമല്ലാതെ നടക്കുന്നില്ല എന്നും അള്ളാഹു വിശദീകരിച്ച വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ വമാ കഫറ സുലൈമാൻ വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമൂന الناس السحر وما أنزل على الملكين ببابل هاروت وماروت وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه ما يفرقون به بين المرء وزوجه. ഭാര്യാഭർത്താക്കന്മാരെ വരെ പിണക്കാൻ അതിനുകൊണ്ട് സാധിക്കുമെന്ന് അള്ളാഹു സിഹർ ഫലിക്കുമെന്ന് ഉദ്ദേശിക്കുന്നതിന് വേണ്ടിയും അത് സമൂഹത്തെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയും ഖുർആനിൽ അള്ളാഹുവിന്റെ കലാമായി സൂറത്തുൽ ബഖറയിൽ ഈ ആയത്ത് അവതരിപ്പിച്ചിട്ട് അതേ ആയത്തോതിയിട്ട് സിഹർ ഫലിക്കില്ല എന്ന് പറയുന്ന നവമടപൂരികളിലെ ഖുർആൻ പഠിപ്പിക്കുന്ന നേതാക്കന്മാരിൽ ഡയറക്ടറായ കെ വി അബ്ദുൽ ലത്തീഫ് മൗലവി പറയുന്നു, അതേ ഇതേ ആയത്തോതിയിട്ട് സിഹർ ഫലിക്കില്ല എന്ന്. അപ്പൊ ഖുർആനിനെ നിഷേധിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ എന്തൊക്കെയുണ്ടോ, മടവൂരികളുടെ നിഷേധിച്ച പുച്ഛിച്ച ഏതൊക്കെ ഹദീസുകളുണ്ടോ എല്ലാം 10 വർഷം കഴിഞ്ഞപ്പോൾ ഇവരും പുച്ഛിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് നവമടവൂരികളായി അവർ അറിയപ്പെട്ടത്. ആ വിഭാഗവും ചെയ്യുന്നത് ഹദീസ് നിഷേധം മാത്രമല്ല, ഖുർആനിനെയും അവർ നിഷേധിക്കുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വമാഹും ബിളാരിന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. ആ ആയത്തിൽ ഈ പകുതി ഭാഗത്ത് വരുന്ന ആ ഭാഗം ഓതിക്കൊണ്ട് ശേഷം വരുന്ന ഭാഗം മൂടിവെച്ച് സിഹിർ ഫലിക്കില്ല എന്ന ദുർവ്യാഖ്യാനമാണ് കെ വി നടത്തിയിട്ടുള്ളത്. വിഷമമുണ്ട് പറയാൻ, പക്ഷെ പച്ചയായ യാഥാർത്ഥ്യമായതുകൊണ്ട് വിഷയത്തിൽ ഉൾക്കൊള്ളിക്കാതിരിക്കാൻ വയ്യ അല്ലോ. അതുകൊണ്ടാണ് അത് വിശദീകരിച്ചത്. മാത്രമല്ല, അവർക്കുള്ള രണ്ടാമത്തെ പ്രശ്നം മുവഹിദുകൾക്കെതിരെ ശിർക്ക് ആരോപിക്കുക എന്നതാണ്. ഇത് മഹാ അപകടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശിർക്കില്ലാത്ത ഒരാളെ, അതേ ശിർക്കില്ലാത്ത കുഫറില്ലാത്ത ഒരാളെ മുശ്രിക്ക് കാഫിർ എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞവരിലേക്ക് മടങ്ങുമെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിനെ അവഗണിച്ചുകൊണ്ട് മുവഹിദുകളെ മുശ്രിക്കാക്കുന്ന ഏർപ്പാടും ഇവർക്കുണ്ട്. മുവഹിദുകളായ സലഫി പണ്ഡിതന്മാരിൽ ഒരാളും ജിന്നിനോട് തേടാമെന്ന്, അത് ഭൗതികമാവട്ടെ അഭൗതികമാവട്ടെ, അവരോട് ഇസ്തിഗാസ നടത്താം, പ്രാർത്ഥിക്കാം, സഹായം തേടാമെന്ന് ഇന്നേ വരെ ഒരാളും വാദിച്ചിട്ടില്ല. അത് ശിർക്കാണ് എന്ന് അറിയുന്നവരാണ് മുജാഹിദുകൾ. എന്നിട്ടും ഈ ശിർക്ക് അത് ചില പണ്ഡിതന്മാരിൽ മുജാഹിദുകളിൽ ഉണ്ട് എന്ന് ആരോപണം നടത്തുന്നവർ നമുക്കിടയിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇബാദത്തിന്റെ പരിധിയിൽപ്പെട്ട ഒരു കാര്യത്തിലും മുജാഹിദുകൾക്ക് ഇല്ല. അതേ നാവ് കൊണ്ടുള്ള ഇബാദത്ത്,
ഹൃദയം കൊണ്ടുള്ള ഇബാദത്ത്, അതേപോലെ തന്നെ പ്രവർത്തനങ്ങൾ കൊണ്ടുള്ള ഇബാദത്ത്, ഹൃദയം കൊണ്ടുള്ള റബ്ബിലേക്കുള്ള മടക്കമെന്ന ഇനാബത്തിലോ, അതേപോലെ തന്നെ ഖൗഫ് ഖശിയത്ത് എന്ന് പറയുന്ന പേടിയിലോ, അതേപോലെ തന്നെ നാവ് കൊണ്ടുള്ള തക്ബീർ, തഹ്ലീൽ, തസ്ബീഹ്, തഹ്മീദ് പോലുള്ള നാവിനാലുള്ള ഇബാദത്ത്, അതേപോലെ തന്നെ ദുആ, ഇസ്തിഗാസ പോലുള്ള നാവിനുള്ള ഇബാദത്ത്, അതൊക്കെ അല്ലാഹുമ്മ റബ്ബനാ റബ്ബി സുബ്ഹാനക്, ഇങ്ങനെയല്ലാതെ നമ്മുടെ അല്ലാഹുവിനോടല്ലാതെ ഒരു ജിന്നിനോടും ഒരു മലക്കിനോടും മുജാഹിദുകൾക്ക് തേട്ടമില്ല. എന്നിട്ടും അവരെ കുറിച്ച് അങ്ങനെ പറയുന്നു. ഇത് വലിയ പാപമാണ്. അതുകൊണ്ട് ഇത് അവർക്കുള്ള വലിയ പ്രശ്നമാണ്. പ്രമാണങ്ങളെ അവഗണിച്ചതാണ് പ്രശ്നമാണ്. പരിഹാരം ഒന്നേ ഉള്ളൂ, പ്രമാണങ്ങളിലേക്ക് മടങ്ങുക എന്നതല്ലാതെ ഇതിൽ വിഷയം വേറെ പറയാനില്ല എന്ന് സാന്ദർഭികമായി വിശദീകരിച്ചിട്ട്, മൂന്നാമത്തെ അവരുടെ പ്രശ്നം ഖുർആൻ ദുർവ്യാഖ്യാനങ്ങളാണ്. ഇന്നമാ ദാലികും ശൈത്വാനു യുഖവ്വിഫു ഔലിയാ വലാ തഖാഫൂഹും വഖാഫൂനി എന്ന ആയത്തിനെ പച്ചയായി ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇസ്തിംതാഉമായി ബന്ധപ്പെട്ട് ശൈത്താൻ, ജിന്നുവർഗത്തിലെ ശൈത്താൻ, അവൻ മനുഷ്യനുമായുള്ള സുഖമെടുക്കൽ, മനുഷ്യൻ അവരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്തിംതാ പല രൂപത്തിലുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് ആയത്തൊരു സംവാദത്തിൽ ഓതിയപ്പോൾ അത് ജിന്നിനോടുള്ള സഹായം ചോദിക്കാനുള്ള ആയത്തോതലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദുർവ്യാഖ്യാനിക്കുന്നവർ ഇവരിലാണ് എന്ന് പറയുന്ന ആളുകളിൽ ദുർവ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവരിൽ ശിർക്കുണ്ട് എന്ന് പറയുന്ന ആ ആരോപണത്തിന് സഹോദരന്മാരെ, ഈ ആരോപിക്കുന്നവരിൽ ശിർക്ക് നമുക്ക് കാണാൻ സാധിക്കും. അമ്പലക്കടവ് ഫൈസി ഈ ആരോപണം നടത്തിയ ആളാണ്. KSRTCയുടെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് അതേ അമ്പിയാക്കളോട് ഔലിയാക്കളോട് തേടൽ ബെൻസ് കാറിൽ പോകുന്നത് പോലെയും അള്ളാഹിനോടുള്ള തേട്ടം ലോക്കൽ KSRTCയിൽ പോകുന്നത് പോലെയും എന്ന് പറഞ്ഞ ആളാണ് അമ്പലക്കടവ്. അയാളുടെ ശിർക്ക് പ്രകടമാണ്, നമുക്കറിയാം. അതേപോലെ ഇതുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ആരോപണം നടത്തിയിട്ടുണ്ടോ അവരിലൊക്കെ ശിർക്കിന്റെ വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അബ്ദുസ്സലാം സുല്ലമി ജിന്ന് അഭൗതികമാണെന്ന് പറഞ്ഞതിലൂടെ അയാൾക്ക് ആ വിശ്വാസം കടന്നു വരുന്നു. മൂവാറ്റുപോയ സംവാദത്തിൽ അതേ ഹനീഫ് കായക്കൊടി ജിന്നിൽ നിന്നുള്ള സഹായം മനുഷ്യർക്കുണ്ട് എന്ന് സിഹർ ഫലിക്കൽ നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് അഹ്സനി പറഞ്ഞപ്പോൾ, അങ്ങനെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പേടിയാലേ പിഴവുള്ളൂ, ശിർക്കുള്ളൂ എന്ന് പറയുമ്പോൾ ആ വിശ്വസിക്കലും ശിർക്കാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അവിടെയും ശിർക്കിന്റെ വിശ്വാസം നിലനിൽക്കുന്നു. എം അബൂബക്കർ ഫാറൂഖി അതേ മലക്കിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേടി എന്നും അപ്പോൾ ബദറിൽ മലക്കുകൾ ഇറങ്ങി വന്ന് സഹായിച്ചു എന്നും പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻഫാലിലെ ആയത്തോതി പറഞ്ഞപ്പോൾ അള്ളാഹുവിനെ മലക്കാക്കി മാറ്റി. അവിടെ തേടിയത് അള്ളാഹിനോടാണ്, ആ തേട്ടം മലക്കുകളോടാക്കി മാറ്റിയപ്പോൾ ശിർക്കൻ വിശ്വാസങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നു എന്നത് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കണം. റുഖിയ ശറയ്യെ ഹദീസിൽ വന്നതിനെ പരിഹസിക്കുന്നവരും ഈ നാലാമത്തെ പാപമായി അവരിലുണ്ട് എന്നതും നമ്മൾ മനസ്സിലാക്കണം. മൊത്തത്തിലുള്ള ഈ പ്രശ്നങ്ങൾക്ക് ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ, ഖുർആനിലേക്ക് മടങ്ങുക, ഹദീസിലേക്ക് മടങ്ങുക. അവയിലേക്ക് മടങ്ങുമ്പോൾ സ്വന്തം വ്യാഖ്യാനങ്ങൾ ഒഴിവാക്കി മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക. സത്യം സത്യമായി മനസ്സിലാക്കാനും സംശയങ്ങൾ ദൂരീകരിക്കുവാനും ഈ പരിപാടിയിലൂടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.